തണുപ്പ് കൂടിയപ്പം വിശപ്പും കൂടി. ഈ പ്രശ്നം എല്ലാവർക്കും ഉണ്ടോ? അല്ലെങ്കിൽ എനിക്ക് മാത്രമാണോ ഈ പ്രശ്നം? രാത്രിയായപ്പം കോഴിക്കടയിലേക്ക് പോട് തന്നെ മനസ്സ് പറയാ. പിന്നെ ഒന്നും നോക്കില്ല, വേഗം പോയി ഒരു കോയിനെ കട്ട് ചെയ്ത് വാങ്ങി തിരിച്ച് റൂമിലേക്ക് തന്നെ വന്ന്. വിശപ്പ് കൂടിയത് കൊണ്ട് ഇനി ഫുഡ് ഉണ്ടാക്കണ പണി ചടപടയെന്ന് തീർക്കണം. ഈ ബ്ലെൻഡർ വാങ്ങിയത് കൊണ്ട് എന്റെ പണികളൊക്കെ എളുപ്പത്തിലായി കിട്ടി. 4 സവാളൊക്കെ ചടപടയെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ്. വെളുത്തുള്ളിയും ഇഞ്ചും ഇതിൽ നിന്ന് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയതാട്ടോ. ഇത് നോക്കി നിങ്ങൾ എത്ര സിമ്പിൾ ആയിട്ടാ റെഡിയായി വന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്നതും സിമ്പിൾ ആക്കാൻ പറ്റുമെന്ന് നോക്കാലോ. എന്നിട്ട് കുക്കറിലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം സവാള, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളിയും അതിലേക്ക് ഇട്ട് 2 വിസിൽ അടുപ്പിച്ചെടുത്ത് ഇത് ചട്ടിയിലിട്ട് ഇങ്ങനെ ഇളക്കി വയറ്റിയെടുക്കുമ്പോഴേക്കും സമയം കുറെ എടുക്കും. അതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് അടുപ്പത്ത് വെച്ച ചട്ടിയിലേക്ക് അത് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് പാകത്തിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് നല്ലോണം ഇളക്കി ഇങ്ങനെ കൊയമ്പ് രൂപത്തിലാക്കി എടുക്കുക. ഇങ്ങനെ ആക്കിയെടുക്കാനാട്ടോ സവാള അധികം എടുത്തത്. എന്നിട്ട് ഉപ്പിട്ട് കേക്ക് വെച്ച് ചിക്കനും അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി സെറ്റ് ആക്കി എടുത്തതിനു ശേഷം കുറച്ച് വെള്ളവും ഒഴിച്ച് കറിവേപ്പിലിട്ട് മൂടി വെച്ച് ചെറിയ തീയിൽ അങ്ങനെ വേവിച്ചെടുക്കുക. അവസാനം കുറച്ച് ഗരം മസാല ഇട്ട് അവിടെ മൂടി വെച്ചാൽ നമ്മളെ സിമ്പിൾ ചിക്കൻ കറി റെഡി. ചിക്കൻ കറി വെച്ചാൽ എനിക്ക് നെയ്ച്ചോറ് നിർബന്ധാട്ടോ, അതും ഈ തണുപ്പത്ത്. അങ്ങനെ വേഗം 2 ഗ്ലാസ് കൈമാ റൈസ് എടുത്ത് കുക്കറിൽ വേഗം കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കി. കുക്കറിൽ ആവി പോകുമ്പോഴേക്കും വലിച്ചിട്ട പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഫുഡ് ഉണ്ടാക്കാനെടുത്ത പാത്രങ്ങളൊക്കെ വേഗം കഴുകി റെഡിയാക്കി വെച്ച് അപ്പോഴേക്കും കുക്കറിൽ ആവിയൊക്കെ പോയി നെയ്ച്ചോറും റെഡി ആയിക്കിന്. അങ്ങനെ കുറച്ച് നെയ്ച്ചോറ് എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് എന്നിട്ട് നെയ്ച്ചോറിലേക്ക് ചിക്കൻ കാലും ആ ലിവറും എടുത്തിട്ട് എന്നിട്ട് നല്ല മുയിപ്പോട് കൂടിയുള്ള ആ കറിയും ഒഴിച്ച് അവിടെ തന്നെ ഇരുന്ന് കഴിച്ചിട്ടോ. സംഭവം അടിപൊളി. ഈ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, അത്രക്കും സൂപ്പറാണ്. എന്നിട്ട് കഴിച്ച പ്ലേറ്റ് ഒക്കെ ഒന്ന് കഴുകി വെച്ച് ബേസ് ഒക്കെ നല്ലോണം കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്ത് സമയം ഒരുപാടായിക്കിനി. ഇനി ഒന്ന് ഫ്രഷ് ആകുക, പോയി കിടന്നുറങ്ങുക. അപ്പൊ എല്ലാവരോടും ഗുഡ് നൈറ്റ്.